മെമ്പർമാരായ ശ്രീമതി പെണ്ണമ്മ ജെയിംസ്, അതുപോലെ ശ്രീമതി രമാബി, അതുപോലെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഭാസ്കരൻ സർ, PTA ഭാരവാഹികളെ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കുട്ടികളെ, അധ്യാപകരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, നമ്മുടെ കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് അതിന്റെ 60ാം വാർഷിക ആഘോഷത്തിന്റെ പാതയിലൂടെ നീങ്ങുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു ദിവസം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കൊച്ചു സാഹിത്യകാരന്മാരുടെ സർഗ സൃഷ്ടികൾക്കുള്ള അംഗീകാരം ഇന്ന് ലഭിക്കുകയാണ്. കുട്ടികളുടെ 60 രചനകൾ ഉൾപ്പെടുത്തി കൊട്ടുംതുടി എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ മലയാള അധ്യാപകൻ കുമാരൻ മാസ്റ്ററുടെ ഉലയിൽ നിന്നും എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം കൂടി ഇന്ന് നടക്കുകയാണ്. ഈ പ്രകാശന കർമ്മം നടത്തുന്നത് മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ ശ്രീ ടി പത്മനാഭൻ സർ എന്നത് തന്നെ വളരെ ഭാഗ്യം ലഭിച്ച അവസരമാണ്. നമ്മുടെ സ്കൂളിൽ ഇത്രയും പ്രശസ്തരായ സാഹിത്യകാരൻ ടി പത്മനാഭൻ സർ എത്തുക എന്നത് തന്നെ വളരെ മഹാഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ തിരക്കേറിയ വിലപ്പെട്ട സമയം നമുക്കായി നീക്കിവെച്ച സാറിനെ നമ്മുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ പത്രപ്രവർത്തകരായ മാതൃഭൂമിയുടെ ശിവദാസ് ജി, അതുപോലെ മലയാള മനോരമയുടെ ശ്രീ ഹരിശ്ചന്ദ്രൻ KS, ജന്മഭൂമിയുടെ രവീന്ദ്രൻ കൊട്ടോടി, ദേശാഭിമാനിയുടെ ശ്രീ ATF രാജേന്ദ്രൻ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും ഈ വേദിയിൽ നടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ എന്റെ കർത്തവ്യം എന്നത് സ്വാഗതം ഓടുക എന്നതാണ്. നമ്മുടെ ഇന്നത്തെ കൊട്ടുംതുടിയുടെയും അതുപോലെ ഉലയിൽ നിന്നും എന്ന പുസ്തകത്തിന്റെയും പ്രകാശനം നടത്തുന്നത് മലയാള സാഹിത്യത്തിന്റെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ടി പത്മനാഭൻ സർ അവരുടേതാണ്. അദ്ദേഹത്തെ ഞാൻ ഏവർക്കും വേണ്ടി അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ യോഗാധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ
അബ്ദുള്ള അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊട്ടുംതുരിയുടെ പുസ്തക പരിചയം നൽകുന്നത് നമ്മുടെ ഈ പുസ്തകത്തിന്റെ ആശയം കുട്ടികളിൽ നിന്നും രചനകൾ ഉൾപ്പെടുത്തി നമ്മുടെ മുൻ ഹെഡ് മാസ്റ്റർ എം ഭാസ്കരൻ സർ ഇവിടെ ആശീർവാദത്തിനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അയൽ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരായ സെന്റ് ആൻഡ്രൂസ് സ്കൂളിലെ ഫാദർ ഷാജി സാറേയും അതുപോലെ ചുളിക്കര LP സ്കൂൾ ഹെഡ് മാസ്റ്റർ പി മുഹമ്മദ് മാസ്റ്ററെയും അതുപോലെ കുടുംബൂർ സ്കൂൾ മിസ്റ്റേഴ്സ് ചിന്നമ്മ ജോസഫ് ടീച്ചറെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാം വാർഷികത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളുമായി കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിലെ PTയും അധ്യാപകരും നാട്ടുകാരും മുന്നോട്ട് പോകുമ്പോൾ ഇതിന് രണ്ടാം പരിപാടി എന്ന നിലയ്ക്ക് മലയാള കഥയുടെ കേരളക്കരയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടുന്ന ബഹുമാന്യനായ T പത്മനാഭൻ സാർ ഈ കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുക എന്നത് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നാട്ടുകാരും ഒക്കെ ഒരു അഭിലാഷമായി മാറിയിരിക്കുകയാണ്. ജനുവരി 29-ാം തീയതി കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാം വാർഷികം പൂർവ്വ വിദ്യാർത്ഥിയായ മാണിക്കേട്ടി ഉദ്ഘാടനം ചെയ്തതോടുകൂടി കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം ചരിത്രം കുറിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വേറിട്ട പരിപാടികളുമായി ആത്മദീന പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാനും നമ്മോടൊപ്പം സഹകരിച്ചു പോകുന്ന സുകുമാരൻ വിജയച്ചൂറിന്റെ പ്രത്യേകം കഴിവും PTയുടെ ഒക്കെ അംഗീകാരത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ കൊട്ടോടി ഹയർ സെക്കൻഡറി സ്കൂളിനെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്കൂളായി മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഫലമായിട്ടാണ് ഞങ്ങളോടൊപ്പം തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ PTയും ഒക്കെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയ മലയാളക്കരയുടെ കഥാനായകരും നമ്മുടെ T പത്മനാഭൻ സാറെ വിളിക്കുവാനും ക്ഷണിക്കുവാനും അവരെ ഇവിടെ എത്തിക്കാനും ഒക്കെ അതിന് പ്രവർത്തിച്ചതും ഒക്കെ സുകുമാരൻ സാറായിരുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവർക്കും തിരക്കുള്ളത് കൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് സാക്ഷിയാണ് ഇവിടെ എത്തിയ വേദിയിലിരിക്കുന്ന വിശിഷ്ട ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും അതേപോലെ തന്നെ മുൻ അധ്യാപകരും ഒക്കെ നമ്മളുടെ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ അതുപോലെ തന്നെ അധ്യാപകർ പ്രത്യേകിച്ച് ചുള്ളിക്കര സ്പെഷ്യൽ സ്കൂളിലെ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഒരു കൂട്ടം ഞങ്ങളൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. വിവിധ ഇനം വിദ്യാർത്ഥികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അയൽ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാഹിത്യ സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ പുസ്തകം പ്രഭാഷണം ചെയ്യാൻ എത്തിയ ഈ വേദിയിൽ നിങ്ങൾ ഏവർക്കും വേണ്ടി PTയുടെ കർത്തവ്യം എന്ന നിലയ്ക്ക് PD പ്രസിഡന്റുകൾക്ക് നിങ്ങളെ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഭാവിയിലുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും അതുപോലെ തന്നെ ഈ കൊട്ടോടി സ്കൂളിന്റെ പ്രവർത്തനത്തിൽ എല്ലാ സഹായിച്ച മുൻ അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ഇവിടെ ഞങ്ങളോടൊപ്പം സഹായിച്ചു പോകുന്ന രക്ഷാകർത്താക്കളെയും ഒക്കെ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനി ചുക്കാൻ പിടിക്കുന്ന അധ്യാപകരെ PTക്ക് ഇവിടെ ഒന്നും കൂടി നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഇതിലെല്ലാം മുഴുവൻ ആൾക്കാരെയും നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. അടുത്ത ചടങ്ങ് പുസ്തക പരിചയമാണ്. രണ്ട് വാക്കിൽ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കൊട്ടുംതുരിയെക്കുറിച്ചും ഉലയിൽ നിന്ന് എന്ന പുസ്തകത്തെക്കുറിച്ചും രണ്ട് വാക്ക് പറയുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഗുരുക്കളെ വണങ്ങേണ്ടത് കൊണ്ട് തന്നെ മലയാള കവിതാ പ്രസ്ഥാനത്തിൽ ശ്രീ കുമാരൻ പേരിയ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഈ വർഷം കൊട്ടോടി ഹയർ സെക്കൻഡറിയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം വളരെ നിശബ്ദവും അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ഓരോ ആകാശമാണ് ഞങ്ങൾക്ക് ആവേശമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉലയിൽ നിന്ന് എന്ന പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ശ്രീ PK ഗോപിയാണ് അതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ കവിതകളുടെയും പ്രത്യേകത അതിൽ ഭൗതികതയും
ആത്മീയതയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും അവസാനം ആത്മീയതയാണ് മനുഷ്യനെ വിജയത്തിലെത്തിക്കുക എന്നതാണ് ഉലയിൽ നിന്ന് എന്ന കവിതയുടെ അന്തസാരം. ഉലയിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഒരു കൊല്ലന്റെ ഉലയിൽ നിന്ന് എന്ന് പറയുന്നത് ചുട്ടുപഴുക്കുകയാണ്. ചുട്ടുപഴുത്ത് അവസാനം അതിൽ ചുറ്റിക കൊണ്ട് അടിക്കപ്പെടുമ്പോൾ അതിന് പുതിയ രൂപവും ഭാവവും നൽകുമ്പോൾ അവിടെ ഓരോ ശില്പങ്ങൾ ഇരുമ്പിലൂടെ ആയാലും അതുപോലെ തന്നെ ഉലയിലൂടെ ആയാലും ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കവിതയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മഹാനായ ഒരു കവിയായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കവിതയിലൂടെ അനുഭവപ്പെടും. ഉലയിൽ നിന്ന് എല്ലാവരും വായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയപരിമിതി കൊണ്ട് കുമാരൻ പേരിയ എന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി ഈ വർഷം അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെയും ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നോബൽ സമ്മാനം ലഭിക്കേണ്ട സാഹിത്യകാരൻ ആരെ എന്ന് ചോദിച്ചാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള എൻ്റെ പിതൃസമാനായിട്ടുള്ള എൻ്റെ അച്ഛനെ പോലെ കരുതുന്ന എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ, ഈ ലോകത്ത് നിങ്ങൾ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അച്ഛന് തുല്യമായിട്ടുള്ള ശ്രീ ടി പത്മനാഭനാണ്. കാരണം അദ്ദേഹം ഇവിടത്തേക്ക് വരിക എന്ന് പറയുന്നത് ആളുകൾ ചോദിച്ചു, കൊട്ടോടിയിലോ പത്മനാഭൻ വരികയോ? കാരണം സർവകലാശാലകളിലും ഗൾഫിലെയും അമേരിക്കയിലെയും അടക്കമുള്ള ഇതിന്റെ മുഖവരിയിൽ, നമ്മുടെ കൊട്ടുംതൊടിയിലെ മുഖവരിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന സാഹിത്യം മഹത്തായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് വായിക്കണം. ആ മഹാനുഭാവനെ പോലുള്ള എഴുത്തുകാരനെ തന്നെ ഉലയിൽ നിന്ന് എന്ന പുസ്തകത്തിന്റെ കവിതയുടെ പ്രകാശനത്തിന് ലഭിച്ചത് കുമാരൻ മാഷിയെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. കാരണം പപ്പേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അദ്ദേഹം അതിലെ ആമുഖത്തിൽ എഴുതുന്ന മലയാള കവിത എന്ന് പറയുന്നത് കുറെ വാക്കുകൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് അട്ടിയിട്ടിട്ട് അങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയും. ഞാൻ കൂടുതൽ പറയാതെ ഈ ചടങ്ങിൽ അദ്ദേഹമാണ് ഉലയിൽ നിന്നും പ്രകാശനം ചെയ്യുന്നത്. പിന്നെ കൊട്ടുംതൊടിയെ കുറിച്ചാണ്. അത്ഭുതമാണ്. കൊട്ടോടിയിലെ ജനങ്ങൾക്ക് ഇന്നലെ ഞാൻ രാത്രി ഒരു 10:30 മണിക്ക് നമ്മുടെ ഈ പുസ്തകവും അതുപോലെ തന്നെ അടുത്ത മാസം ഇറക്കാൻ പോകുന്ന ഡോക്യുമെന്ററി ഉണ്ട് കൊട്ടോടിയെ കുറിച്ച്, കൊട്ടുംതൊടി എന്ന ഡോക്യുമെന്ററിയുടെ പൂർത്തി ഇന്നലെ രാത്രി 10:30-ക്കാണ് അതിന്റെ വർക്ക് തീർത്തത്. CD ലഭിക്കേണ്ടത് കൊണ്ട് ഇന്ന് ഉച്ചയാകുമ്പോഴേ കിട്ടും. പക്ഷേ ഈ സമയത്ത് തന്നെ പ്രകാശന് അപ്പോഴേ അവിടുത്തെ ഒരാൾ വായിച്ചിട്ട്, ഒരു നല്ല ആസ്വാദകൻ കരിവള്ളൂരിൽ നിന്ന് വായിച്ചിട്ട് പറയുകയാണ്, റബ്ബറിന്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട് അഖിൽ രാജ് എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കഥ ഒരു അത്ഭുതമാണ്. അത് കൊട്ടോടിയിലെ കുട്ടി എഴുതിയതാണോ എന്ന് അയാൾ ചോദിച്ചു, റഹ്മാൻ ചോദിച്ചു, അതുപോലെ തന്നെ ബിന്ദു ചോദിച്ചു. ആരാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം പ്രൊഡക്ഷന്റെ ഒരാളാണ്. ഞങ്ങൾ ഓരോ കഥകളും വായിച്ച് വിലയിരുത്തി അക്ഷരത്തെറ്റുകൾ തിരുത്തിയിട്ട് ഞാനും റഹ്മാനും അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്ന അവിടുത്തെ ടൈപ്പിസ്റ്റും കൂടി നോക്കുമ്പോൾ അഖിൽ രാജിന്റെ റബ്ബർ കഥ പറയുന്നു എന്ന കഥ ഒന്ന് വായിക്കേണ്ടതാണ്. പിന്നെ രാജേഷ് കെ ചോലി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, +2 ഹ്യൂമാനിറ്റീസ്. ആ കുട്ടി എഴുതിയിരിക്കുന്ന കഥയുടെ പേര് തെരുവ് നിയമം എന്നാണ്. അത്ഭുതകരമായ കഥയാണത്, നിങ്ങൾ വായിക്കുക. പിന്നെ ഒരു കവിത കണ്ടിട്ട് ബിജു കാഞ്ഞങ്ങാട് പറഞ്ഞു, മാഷെ ഇത് നിങ്ങളുടെ സ്കൂളിലെ കുട്ടി എഴുതിയ കവിതയാണോ? വീണ എന്ന് പറയുന്ന കുട്ടി അമ്മയെ കുറിച്ചിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഞങ്ങളത് 4ാം പേജിൽ വെച്ചിട്ടുണ്ട്. ഇത്ര മനോഹരമായിട്ട് കവിത മരിച്ചിട്ടില്ല എന്ന് കൊട്ടോടിയിലെ ഈ പെൺകുട്ടികൾ. വീണ ഇവിടെയുണ്ടോ? വീണയുണ്ടോ ഇവിടെ? ഇല്ല, ഇതാണ് ഭാഗ്യം വേണ്ടത്. അഖിൽ രാജ് വന്നിട്ടുണ്ടോ? ഇല്ല. രാജേഷ് വന്നിട്ടുണ്ടോ? രാജേഷ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കേൾക്കേണ്ടതുകൊണ്ട് ഈ കൊട്ടുംതൊടി എന്ന പുസ്തകത്തിന്റെ ഒരു സവിശേഷത, തൊട്ടടുത്തുള്ള 5 വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട രചനകളും അതോടൊപ്പം തന്നെ തികച്ചും യാദൃശ്ചികമാണ് 57 കുട്ടികളുടെ രചനകൾ വെച്ചിട്ട് ഇത് അവസാനം പൂർത്തിയായപ്പോൾ ഞാൻ എണ്ണി നോക്കുമ്പോൾ 60 രചനകൾ. ഒരെണ്ണം കൊട്ടോടിയുടെ പത്മനാഭൻ, കൂടെ ഒരു രാമചന്ദ്രേട്ടനുണ്ട്. നമ്മൾ ഇവിടെ ഈ രാമചന്ദ്രേട്ടന്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം ഇപ്പോഴേ പപ്പേട്ടൻ എഴുതിയ എല്ലാ കഥകളിലും അദ്ദേഹമാണ് നിങ്ങളെ എനിക്കറിയാം എന്നതാണ് പപ്പേട്ടന്റെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന പുസ്തകം.
നിങ്ങളെ എനിക്കറിയാം എന്ന പുസ്തകത്തിലെ ഒരു കഥാനായകൻ ശ്രീ രാമചന്ദ്രേട്ടനും ഇവിടെ കൂടെയുണ്ട്. രാമചന്ദ്രേട്ടനെയും കുറച്ച് ഇവിടുത്തെ അതുകൊണ്ട് നീർപ്പോളങ്ങളെ കഥാപാത്രമാക്കി എഴുതുകയും നമ്മുടെ അടുക്കളയിലെ സ്റ്റൗവിലെ ബർണർ കഥാപാത്രമാക്കി മാറ്റുകയും ചെയ്ത മലയാളത്തിന്റെ ലോകത്തിന്റെ വ്യത്യസ്തതയാർന്ന അഭിമാനമായ എഴുത്തുകാരൻ ശ്രീ ടി പത്മനാഭനാണ് കൊട്ടുംതുടി പ്രകാശനം ചെയ്യുന്നത്. നമസ്തേ. അദ്ദേഹത്തിന്റെ കാലുകളിൽ ശ്രീമതി പെണ്ണമ്മ ജെയിംസും കൂടി ഏറ്റുവാങ്ങും. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ കഥയുടെ അഗ്രഗാമിയായ ശ്രീ ടി പത്മനാഭൻ നമ്മോട് സംസാരിക്കും. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരു നിമിഷമാണ് എനിക്ക്. എത്രയോ വിദ്യാലയങ്ങൾ, അതിപ്രശസ്തമായ കലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിൽ പോകുവാനുള്ള ഭാഗ്യമുണ്ടായി. എന്താണെന്നറിയില്ല. അപ്പോഴൊന്നും അനുഭവിച്ചിട്ടില്ലാത്തതിലും വലിയ ഒരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. കുട്ടികൾ കേട്ടിട്ടുണ്ടാകും, ഓക്സ്ഫോർഡ് എന്ന് പറയും, ഓക്സ്ഫെഡ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഓക്സ്ഫെഡ് ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റികളിലുണ്ട്. അവിടെയും പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിലും വലുതായിട്ടുള്ള അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി, ഹാർവർഡ്, MIT, യെയിൽ, ബർക്ക്ലി തുടങ്ങിയ ലോകത്തിലെ അതിപ്രശസ്തമായ വിദ്യാസ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭാഗ്യം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഈ പൊട്ടോടിയിലെ നിങ്ങളുടെ ഈ സ്കൂളിനേക്കാളും ഒക്കെ വളരെ ചെറിയ ഒരു എലിമെന്ററി സ്കൂളിൽ നിന്ന് പഠിച്ച് അവിടുത്തെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താൽ വളർന്ന ഞാൻ ഓക്സ്ഫോർഡിലും മൾട്ടിമീഡിയൊന്നും പോകുന്ന സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. പക്ഷെ അന്നൊക്കെ ഉള്ളതിനേക്കാളും ഒരു സന്തോഷം ഇന്നുണ്ട്. അതിൻ്റെ കാരണവും വർദ്ധതരാണ്. ഞാൻ ശകലം ദേഷ്യം വരുന്ന കൂട്ടത്തിലുള്ള ഒരുത്തരാണ്. കുട്ടികളോടൊക്കെ അതിഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഡിസിപ്ലിൻ കണ്ടിട്ടില്ലെങ്കിൽ ദേഷ്യം വരും, മാറ്റിക്കും. എൻ്റെ വീട്ടിലെ കുട്ടികളാണ്. അതാണ് എനിക്ക് മക്കളില്ല. എൻ്റെ മരുമക്കളെ, പെങ്ങന്മാരുടെ മക്കളെ അടിച്ചു കഴിയുമ്പോൾ പെങ്ങന്മാർ പറയും, എന്നാൽ ഇന്ന് വൈകുന്നേരം പലതും കൊണ്ടുവരുമല്ലോ, അവർക്ക് ഒരു കോമ്പൻസേഷനായി പലതും കൊണ്ടുകൊടുക്കും. ചിലപ്പോൾ അടി ജാസ്തിയായാൽ അമ്മയും പെങ്ങന്മാരൊക്കെ പറയും, എന്തിനാണ് ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നത്? സ്നേഹമില്ലാഞ്ഞിട്ടല്ല അടിക്കുന്നത്, എൻ്റെ ക്ഷമകേട് കൊണ്ടാണ്.
പല വിദ്യാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് അങ്ങേയറ്റം സന്തോഷമാണ്. മിക്ക ദിക്കിലും ഡിസിപ്ലിൻ ഉണ്ടാകില്ല, കലർപ്പില്ല, യാതൊരു ഡിസിപ്ലിനും ഉണ്ടാകില്ല. നമ്മൾ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു, അധ്യാപകർ, നാട്ടുകാർ, രക്ഷിതാക്കൾ എല്ലാവരും യോജിച്ച് ഒരു മഹത്തായ ചടങ്ങ് സംഘടിപ്പിക്കുന്നു. അതിൽ വിശിഷ്ടരെന്ന് നാം കരുതുന്ന അതിഥികളെ അടുത്തു നിന്നും ദൂരത്തു നിന്നും ഒക്കെ കൊണ്ടുവരികയും അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ബഹളം പലപ്പോഴും ആദ്യം അടിക്കാൻ തോന്നിയിട്ടുള്ളത് അധ്യാപകരെയാണ്. ഈ അധ്യാപകനാണ് അറിയേണ്ടത് നമ്മളെ വാനരന്മാർ ഏത് തരത്തിലുള്ളവരാണ്, അവരെ അടക്കി നിർത്തിയിട്ടില്ലെങ്കിൽ ദുഷ്പേര് വരും എന്നൊക്കെ കരുതി അതിന് വേണ്ട ഇപ്പോൾ ഇവിടുത്തെ അന്ന് വെച്ചോളൂ. ഇടയ്ക്കിടയ്ക്കായിട്ട് അധ്യാപകർ നിൽക്കണം. ഓരോരാളും കുട്ടികളുടെ തങ്ങളുടെ ആ അതിർത്തിക്കുള്ളിൽ വരുന്ന കുട്ടികളുടെ നല്ല പെരുമാറ്റം, അച്ചടക്കത്തോടുള്ള പെരുമാറ്റം, അത് അവർ ഉറപ്പുവരുത്തണം. അവർക്ക് വളരെ എളുപ്പമായ കാര്യങ്ങളാണ്. സന്തോഷത്തിന്റെ കാരണം നിങ്ങളുടെ അച്ചടക്കം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അവർ നിങ്ങളെ പേടിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുന്നുമില്ല. നിങ്ങൾ സ്വമേധയാ വളരെ സമാധാന ചിത്തരായി ഈ എവിടെ നിന്നോ വരുന്ന ഈ വയസ്സിന്റെ വാക്കുകൾ ഒന്ന് കേട്ട് കളയാം എന്ന് കരുതി കൗതുകത്തോടെ ഇരിക്കുന്നു. ഈ ഒരു മനോഭാവം, പെരുമാറ്റം, ഇതാണ് എന്നെ ഏറ്റവും സന്തോഷം. പിന്നെ മറ്റൊന്ന്, എൻ്റെ പഴയ സുഹൃത്താണ് ശ്രീ സുകുമാരൻ. സുകുമാരൻ ജോലി ചെയ്ത വിദ്യാലയങ്ങളിലൊക്കെ അദ്ദേഹം തൻ്റെ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുമുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇവിടെയും അദ്ദേഹം അത് കാണിച്ചിരിക്കുന്നത്. സുകുമാരൻ ഒറ്റക്കല്ല, സഹപ്രവർത്തകര് ശ്രീമതി മധുവിനെ ടീച്ചറെ പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ എല്ലാവരും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു അന്തരീക്ഷമാണ് ഞാനിവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലാത്തതും അത് തന്നെയാണ്. സ്നേഹവുമില്ല, സഹകരണവുമില്ല. ഏത് കാര്യത്തിനും സഹകരണമില്ല. നമുക്ക് സഹകരിക്കാൻ കഴിയുന്ന ഒട്ടേറെ മേഖലകൾ ജീവിതത്തിലുണ്ട്. യോജിക്കുവാൻ കഴിയുന്ന ഒട്ടേറെ മേഖലകൾ. വിയോജിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് കുലീനമായ രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. അതൊക്കെ ചെറിയ ക്ലാസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. ദൈവരാജ്യം അവർക്കുള്ളതാകുന്നു. ക്രിസ്തുക്കളിലെ ദൈവരാജ്യം അവർക്കുള്ളതാകുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ആദ്യം എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഇതിൻ്റെ ചുമരുകളിലുള്ള മഹാപുരുഷന്മാരുടെ ചിത്രങ്ങളിലാണ്. ഇവിടെ സ്ത്രീകൾ വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. സ്ത്രീകളുടെ ചിത്രങ്ങൾ കൂടുതൽ വേണ്ടതാണ്. അതിൽ അധ്യാപകർ കുട്ടികൾക്ക് ഈ ചിത്രങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചുമ്മാ അവിടെ ചിത്രം വെക്കുന്നത് മാത്രമായിട്ടില്ല. ആദ്യം എൻ്റെ ശ്രദ്ധ പതിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. അങ്ങനെ പേര് പറഞ്ഞാൽ പലർക്കും ഇന്ത്യയിലോ ഇന്ത്യക്ക് വെളിയിലോ
മനസ്സിലായി എന്ന് വരില്ല. മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ, അതിലുപരി മഹാനായ ഒരു അധ്യാപകൻ ആണ് ഈ പ്രഫുല്ല ചന്ദ്ര റേ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന പുണ്യപുരുഷൻ. PC റേ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും. PC റേ ചെയ്ത മഹത്തായ കാര്യം എന്താണ് എന്ന് ഒറ്റ വാക്യത്തിൽ പറയും. വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞതല്ല, പിന്നീട് നിങ്ങളുടെ അധ്യാപകർ വിസ്തരിച്ച് പറഞ്ഞു. ഇന്ത്യൻ രസതന്ത്ര ശാസ്ത്രത്തിന് ലോക ഭൂപടത്തിൽ ആദ്യമായി ഒരു സ്ഥാനം കൊടുത്തത് ആചാര്യ PC റേ ആണ്. കൊടുപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ, കണ്ടുപിടുത്തങ്ങളിലൂടെ. സർവോപരി മഹാനായ ഒരു അധ്യാപകനുമായിരുന്നു പ്രഫുല്ല ചന്ദ്ര റേ എന്ന PC റേ. അവിടെ ഉപരിയായി ഒരു അഗാധ പണ്ഡിതനുമായിരുന്നു. സ്വരാജ് ഈസ് മൈ ബർത്ത് and I will have it. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയേ അടങ്ങും എന്ന് ഗർജിച്ച സിംഹമാണ് ബാലഗംഗാധര തിലകൻ. ഇവിടെ സർദാർ ഭഗത് സിംഗിനെ കുറിച്ച് കുട്ടികൾ തീർച്ചയായും കേട്ടിട്ടുണ്ട്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കാണാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനും ഭാഗ്യമുണ്ടായവനാണ് ഞാൻ. എൻ്റെ നേരെ മുമ്പിലായി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കേരളം കണ്ട വീരസിംഹ, അഹർമുഖ പൊൻകതിർ പോലെ പോന്നവൻ മുഹമ്മദ്. ആ പേരിനിതാ നമശകം. നൂറ്റിക്കണക്കിന് നമസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്നു. അബ്ദുറഹിമാൻ സാഹിബിൻ്റെ സ്റ്റഡി ക്ലാസ്സിൽ ഇരിക്കുവാനും കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാനും ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരുവനാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഏറെ പറയാനില്ല. നമ്മുടെ കുട്ടികളെ ദേശാഭിമാനത്തിൻ്റെ ഉലയിൽ കാച്ചി അടിച്ച് ശക്തരാക്കി വളർത്താനുള്ള കടമ അധ്യാപകർക്കുള്ളതാണ്. നമ്മുടെ അധ്യാപകർ അത് നിർവഹിക്കേണ്ടതാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ ദുഃഖകരമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച മഹത്തായ പങ്കിനെ കുറിച്ച് പുതിയ തലമുറയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ മാനസികമായ അടിമത്തത്തിലാണ് നാം ഇപ്പോഴും കഴിയുന്നത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ഇന്ത്യക്കാർ, അതിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാനസികമായ അടിമത്തം, അതിൽ നിന്ന് മുക്തരാവേണ്ടി. ഇതൊക്കെ ഈ ആളിൽ കണ്ട ചിത്രങ്ങൾ എന്നിൽ ഉളവാക്കിയ വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഇനി നിങ്ങൾ മലയാള ഭാഷയോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹം, അതിൻ്റെ ഉത്തമോദാഹരണമാണ് ഇവിടെ 2 പുസ്തകങ്ങൾ ഇന്ന് പ്രകാശിപ്പിച്ചത്. മാതൃഭാഷ പഠിക്കാതെ തന്നെ ബിരുദം നേടാൻ കഴിയുന്ന ഒരേർപ്പാട്. എത്രയോ കാലമായി
മലയാളം നമ്മുടെ മാതൃഭാഷ, ഫസ്റ്റ് ലാംഗ്വേജ്, ഒന്നാം ഭാഷ, പ്രഥമ ഭാഷ ആവണം. അതിന് സകലം മുദ്രാവാക്യം വിളി അതിൽ പറയാം. പലപ്പോഴും ഗവൺമെന്റ് പറയുകയും ചെയ്യും ഒന്നാം ഭാഷയാണ്. ഇപ്പോഴും മലയാളം ഭരണഭാഷ ആയിട്ടില്ല. ഇങ്ങനെ പോയാൽ എപ്പോഴെങ്കിലും ആകുമോ എന്നും പറയാൻ കഴിയില്ല. ജർമ്മനിയിൽ പഠിപ്പിക്കുന്നത് ജർമ്മൻ ഭാഷയില്ല. ഞാൻ ജർമ്മനിയിൽ പോയിട്ടുണ്ട്. ജർമ്മൻ ഭാഷയില്ല. അറേബ്യയിൽ പഠിപ്പിക്കുന്നത് അറബി ഭാഷയിലില്ല. എനിക്ക് വയസ്സ് 86 എന്നാലും അത്ര ക്ഷീണമൊന്നുമില്ല. ക്ഷീണിക്കണ്ട. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ഇപ്പോൾ അവരുടെ കാലം ഇനിയും വളരെ കാലം സംസ്കാരത്തിന്റെ വെളിച്ചം ഈ നാട്ടിൽ മുഴുവൻ പരത്തിക്കൊണ്ട് പ്രഭ വിതറിക്കൊണ്ട് പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാസ്ഥാപനം ഇവിടെ നിലനിൽക്കട്ടെ. ഈ നാട്ടിൻ്റെ വെളിച്ചമായി ഇവിടെ പ്രകാശം വരുത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രദേശത്തെ 19 വർഷക്കാലം പത്രപ്രവർത്തനത്തിൽ പ്രവർത്തിച്ച ദേശാഭിമാനിയുടെ ലേഖകൻ ശ്രീ AK രാജേന്ദ്രൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. AK രാജേന്ദ്രൻ നമ്മുടെ 19 വർഷമായി മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വികസനങ്ങളുടെ വാർത്തകൾ ലഭിക്കുകയാണ്. നന്ദി ശ്രീ AK രാജേന്ദ്രൻ. അടുത്തതായി 8 വർഷക്കാലമായിട്ട് നമ്മുടെ പത്രപ്രവർത്തന രംഗത്തെ ശ്രീ രവീന്ദ്രൻ കൊട്ടോടി ജന്മഭൂമിയിലെ ലേഖകനാണ്, ചിത്രകാരനാണ്. അതുപോലെ തന്നെ ജന്മഭൂമിയുടെ പ്രത്യേകനായ ലേഖകൻ ശ്രീ രവീന്ദ്രൻ കൊട്ടോടി. നന്ദി. മാതൃഭൂമിയിലെ ഞങ്ങൾക്ക് എല്ലാവിധ വാർത്തകളും തന്നുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ ചോദിച്ചു വാങ്ങിക്കുകയും എഴുതുകയും ചെയ്യുന്ന ശ്രീ ശിവദാസ് നമ്മുടെ ഈ സ്കൂളിന്റെ ഉപഹാരം വാങ്ങുകയാണ്. ശ്രീ ശിവദാസ്. നന്ദി ശ്രീ ശിവദാസ്. അടുത്തതായി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ പ്രവർത്തിക്കുകയും സജിത് ലൂക്കോസ് ദീപികയും എല്ലാ വാർത്തകളും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇതേപോലെ തന്നെ സഹകരിച്ച ദീപികയിലെ ലേഖകൻ, അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഞങ്ങളെ അഭിനന്ദനവും അറിയിക്കുന്നു. ഉപഹാരവും നൽകുന്നത് അടുത്തത് മനോരമയിലെ ഹരിചന്ദ്രൻ KS ആണ്. ഹരിചന്ദ്രൻ ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിനുള്ള ഉപഹാരം ഇവിടെയുണ്ട്. എല്ലാവർക്കും മറ്റ് പത്രപ്രവർത്തകരും ഉണ്ട്. ഒരു അറിയിപ്പ് കൂടി. കാരണം ഇങ്ങനെ ഒരു പരിപാടി നിശ്ചയിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാലങ്ങളെ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് ചില പരിമിതികൾ നേരിട്ടും ഇനിയും പുറത്ത് നമ്മുടെ പത്രപ്രവർത്തകർ നിൽക്കുന്നുണ്ട്. അതിനുള്ള ക്ഷമാപണം ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ടും ഒരുപാട് പത്രപ്രവർത്തകർ പുറത്ത് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പരിചയത്തിന്റെ മേഖലകളിൽ വരാത്തത് കൊണ്ട് അതിനുള്ള ക്ഷമാപണം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് പരസ്യമായിട്ട് പറയുകയാണ്. ആ വീഴ്ചയ്ക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനിയുള്ള പരിപാടികളിൽ നമ്മുടെ എല്ലാ പത്രപ്രവർത്തകരെയും ആദരിക്കാൻ നാം തയ്യാറാകും എന്ന്. എന്നാൽ അതിന്റെ പലക നെഞ്ചോട് അടുത്ത് പിടിച്ച് 1-2 ആൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏത് ദുഃഖത്തിന്റെയും ഏത് നിരാശയുടെയും നടുക്കടലിൽ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പുസ്തകം പത്മനാഭന്റെ കഥകൾ എന്ന പുസ്തകമാണ്. എന്റെ ഒരു
ശരിക്കും എൻ്റെ റിട്ടയർമെന്റ് ഡേറ്റ് ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. മാർച്ച് 30-ലാണ് ഞാനിവിടെ വരേണ്ടി വന്നത്. ബ്യൂറോക്രാറ്റുകളുടെ തോന്നിയവാസം. ആ സമയത്ത് ഞാൻ അങ്ങേയറ്റം സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നെ രക്ഷിച്ച് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു. ഒരു ചോദ്യം ചോദിക്കാണ്. കടക്കാരന്റെ പ്രവൃത്തിയിൽ അങ്ങ് കാണുന്നത് കച്ചവട മനോഭാവം മാത്രമാണ്. കടക്കാരന്റെ പ്രവൃത്തിയിൽ അങ്ങ് കാണുന്നത് കച്ചവട മനോഭാവം മാത്രമാണ്. കളിയാക്കിയിട്ടുമുണ്ട്. നമസ്കാരം സാർ, എൻ്റെ പേര് ഷെറിൻ. ഞാൻ ഇവരെ പോലെ അങ്ങയുടെ കഥ അശ്വതി എന്ന കഥ വായിച്ചിട്ടുണ്ട്. എനിക്കതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എങ്ങനെയെങ്കിലും പൈസ കയ്യിൽ കിട്ടുമ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്ന ശീലം നല്ലതാണോ? ഒരു വല്ലാത്ത ചോദ്യമാണ്. ഈ അശ്വതി എന്ന പെൺകുട്ടിയും ഈ ഞാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നു. അത് നല്ലതാണോ ചീത്തയാണോ ഒന്നും ആലോചിച്ചിട്ടില്ല ഇതുവരെ. അതായത് ഇനി ആലോചിക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് ആദിത്യ. എനിക്ക് സാറിനോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. ജീവിതത്തിലെ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും കഥയെഴുന്ന് സഹായിച്ചിട്ടുണ്ടോ? അതേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം സാർ, എൻ്റെ പേര് അമിഷ. ഞാൻ അശ്വതി എന്ന കഥ വായിച്ചു. ഈ കഥയ്ക്ക് അശ്വതി എന്ന് പേരിടാൻ കാരണം എന്താണ്? ആ കുട്ടിയുടെ പേര് അശ്വതി ആയതുകൊണ്ട് കിട്ടും, അത്രയും. നമസ്കാരം സാർ, എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ശ്രീശങ്കര വിദ്യാമന്ദിരത്തിലാണ് പഠിക്കുന്നത്. എൻ്റെ ചോദ്യം, കൊട്ടോടി പുഴയിലും കൊച്ചും കൊട്ടോടിയെ കൊച്ചും കൊട്ടും തുടിയിലും കൊച്ചും സാറിൻ്റെ ഒരു കഥ എഴുതാൻ പറ്റുമോ?